ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈ നെറ്റ്വർക്കിൻ്റെ ചില അപ്ഡേറ്റ്സുകളാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞാൽ ടിക്ക് വന്നിട്ടില്ല. ഇതിലിപ്പോഴും അൺവെരിഫൈഡ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഓൾറെഡി എൻ്റെ ഇതിൽ ലിങ്ക് ആയിട്ടുണ്ട് എൻ്റെ മൊബൈൽ നമ്പർ. അതുപോലെ തന്നെ രണ്ട് ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി കൊടുത്ത ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. അതല്ല, പുതിയ ഫോൺ നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനായിരിക്കും കാണിക്കുന്നത്. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്പർ ടൈപ്പ് ചെയ്താൽ എനിക്കിപ്പോൾ വരുന്നില്ല, കാരണം എൻ്റെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് ഞാൻ. അതുപോലെ തന്നെ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. പുതിയ ഒരു നമ്പർ നമുക്ക് ആഡ് ചെയ്യണം. പഴയ നമ്പർ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക, ഇന്ത്യക്ക് കോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് പുതിയ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കൺഫേം ചേഞ്ച് കൊടുക്കുക. ചില ടൈം ഇതിൽ എറേഴ്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വെരിഫൈ ചെയ്യാത്ത ആളുകൾ, നമ്പർ വെരിഫൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ പ്രോബ്ലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെയൊക്കെ ഇപ്പോൾ ഓൾറെഡി മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് എമൗണ്ട് ആയത് ഞാൻ നമ്മളെ ബിറ്റ്ഗെറ്റിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾ, ഇതുവരെ മൈഗ്രേറ്റ് ആകാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിടുക. ഇനി ആ കാരണത്താൽ മൈഗ്രേറ്റ് ചെയ്യാതെ പോകേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇപ്പോഴും ടിക്ക് മാർക്ക് വന്നിട്ടില്ല. പക്ഷേ വെരിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്ഷൻ 2-ൽ കാണിക്കുന്ന ഇതുപോലെ 4 രാജ്യങ്ങൾ, ഞാൻ അത് കുറേ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിനു മുമ്പ്. പക്ഷേ എൻ്റെ അത് ആക്ടിവേറ്റ് ആകുന്നില്ല. എന്നിരുന്നാലും നമ്മളുടെ മൈഗ്രേറ്റ് ആയി, എമൗണ്ടൊക്കെ മൈഗ്രേറ്റ് ആയി. കാരണം KYC കംപ്ലീറ്റ് ആയത് കാരണം പിന്നെ അതിൻ്റെ ഓപ്ഷൻ എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ KYC കംപ്ലീറ്റ് ആകാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫോൺ നമ്പർ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ KYC അപ്ഡേറ്റ് അല്ലെങ്കിൽ KYC ചെയ്യാൻ നോക്കുമ്പോൾ സ്ലോട്ട്സ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. സ്ലോട്ട് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം 30 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ പുതിയ ആളുകൾക്ക് സ്ലോട്ട് അവൈലബിൾ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും 30 ദിവസം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടില്ല. കാരണം 14 മാർച്ചിന് ഇതിൻ്റെ തീയതി KYC കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൈഗ്രേഷൻ്റെ ഡേറ്റും അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇതിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് ദ ഫൈനൽ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇനിയൊരു KYC എക്സ്റ്റൻഷൻ ഇനി ഇതിലുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം കൂടി ഇവർ ഇത് കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് യുവർ KYC ആപ്ലിക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് യുവർ മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് ടു മൈഗ്രേറ്റ് ടു മെയിനെറ്റ് ബൈ 8 AM UTC മാർച്ച് 14 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിന് ശേഷമായിരിക്കും നമ്മളുടെ സെക്കൻഡ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു KYC പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് നമുക്ക് അൺവെരിഫൈഡ് ബാലൻസിലുള്ള എല്ലാ കാൽക്കുലേഷനും നടത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് മൈഗ്രേറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഞാൻ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ചെയ്ത വീഡിയോസിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്. പുതിയ ആളുകളായിരിക്കാം. ടെൻറ്റേറ്റീവ് KYC എന്താണ് ഇങ്ങനെ, അതുപോലെ തന്നെ KYCക്ക് ഇനി എന്തൊക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോയുടെ പ്ലേലിസ്റ്റ് പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. ഡൗട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുക. നിങ്ങളുടെ ഡൗട്ടെല്ലാം 1 by 1 ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ KYC ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ നാൾ മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ മിനിമം ഒരു 30 ദിവസമെങ്കിലും മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് KYC അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇന്ന് തന്നെ 2-3 പേര് കോൺടാക്റ്റ് ചെയ്തിരുന്നു. അവർക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. കറക്റ്റായിട്ട് ചെയ്തത് കാരണം വിത്തിൻ 2 hours ചില ആളുകൾക്ക് KYC അപ്രൂവ്ഡ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ നെയിമും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന ആ ഡീറ്റെയിലിൻ്റെയും വ്യത്യാസം കൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് അപ്രൂവ് ആവാതെ ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ, പിന്നെ നെയിമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നെയിം വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ അത് മുഖേനയാണ് KYC അപ്രൂവ് ആകാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ക്ലിയർ ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫൈൻ പോലെ അവരെടുക്കുന്നുണ്ട് നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ. ബാക്കിയുള്ളതെല്ലാം ഫീസൊന്നുമില്ല, അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെയിമിൻ്റെ വ്യത്യാസത്തിൽ ആരെങ്കിലും ഇതുപോലെ KYC പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി റീട്രൈഡ് ചെയ്ത് നോക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക.
മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മളുടെ മൈനിങ് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് 1.25 ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ മുതൽ മൈനിങ് സ്പീഡ് അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൈഗ്രേഷൻ ഈ 14th മാർച്ചിന് ശേഷം എന്തായാലും ഉണ്ടാകും. ചിലപ്പോൾ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ചില ആളുകൾക്ക് കിട്ടിയെന്നിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ആവണം. ഈ മൈനിങ് സ്പീഡെല്ലാം അവർ കുറച്ചിട്ടുണ്ട്. മാക്സിമം നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഒരുപാട് പ്രൊമോഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവരുടെ ഈ പൈ നെറ്റ്വർക്കിനെ കുറിച്ച്. കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, പിന്നെ ചൈന, അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതുപോലുള്ള പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് പേജസ് അതിലുണ്ട്. ഒരു പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. CGV പൈ നെറ്റ്വർക്ക് NCR ഫിലിപ്പൈൻസിൻ്റെ ഒരു പേജ് ഉണ്ട്. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഇത് ഓൺലൈനായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവരുടെ കോൺഫറൻസുകളും പാർട്ടിയും അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം നടക്കുന്നത്. ഇത് പക്ഷേ നടക്കുന്നത് ഇവരുടെ ഈ GCV വാല്യൂ ആണ്. GCV വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കൺസെൻസസ് വാല്യൂ. അതായത് നമ്മൾ ഇപ്പോൾ പൈ കോയിൻസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പ്രോഡക്റ്റ് ആൻഡ് സർവീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂവിലാണ് ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പേജ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. GCV പൈ നെറ്റ്വർക്ക് എന്ന് ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്താൽ ഈ ഒരു പേജ് കിട്ടും. അതിൽ നോക്കിയാൽ ഒരുപാട് പ്രോഗ്രാംസ് ഇത് ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. പല പല രാജ്യങ്ങളിൽ നടക്കുന്നു. ഇതിപ്പോൾ ഫിലിപ്പൈൻസിൻ്റെയാണ്. മറ്റു പ്രോഗ്രാംസിൻ്റെ എൻ്റെ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം വലിയ കോൺഫറൻസുകളും മറ്റുമാണ് ഇവിടെ നടക്കുന്നത് ഓരോ രാജ്യങ്ങളിൽ. കൂടുതലും നടക്കുന്നത് ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, ചൈന മുതലായ രാജ്യങ്ങളിലാണ്. പിന്നെ കുറേ ആഫ്രിക്കൻ കൺട്രീസിലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട്. എന്തായാലും പരിപാടികൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അവരുടെ ടീഷർട്ടാണ് എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഇത് വിയറ്റ്നാമിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകുന്നു, ഇതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ഷോപ്പുകളിൽ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് പേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ QR കോഡും മറ്റും നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ പോലെ ബോർഡ് വെച്ചിട്ട് മിക്ക ഷോപ്പുകളിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇത് പേ ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇതെല്ലാം ആ GCV വാല്യൂ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് വളരെ തുച്ഛമായ ടോക്കൺസ് വെച്ചിട്ടായിരിക്കും ഇവർ ഓരോ പ്രോഡക്റ്റ് അവിടെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇന്ത്യയിലും ഇതുപോലെ ചില റെസ്റ്റോറൻറ്റുകൾ ഇതിൻ്റെ ടോക്കൺസ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഇത് അമൃത്സറിലോ മറ്റോ ആണിത്. അവിടെയും ഈ റെസ്റ്റോറൻറ്റുകളിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പൈ ടോക്കൺസ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ടേബിളിലെല്ലാം വെച്ചിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിലും വന്ന് തുടങ്ങിയിട്ട് ഇന്ത്യയിലും ഒരുപാട് പ്രോഗ്രാംസ് ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. ചില അറബ് രാജ്യങ്ങളിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആക്സെപ്റ്റൻസ്. ഇതെല്ലാം ഇവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്ലോലി ആയിട്ടാണ് ഇവർ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ഈ സംഭവങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ അത്യാവശ്യം ടോക്കണിൻ്റെ വാല്യൂ ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2.83 ഒക്കെ അടുത്തായപ്പോൾ ഒരുപാട് പേര് സെൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ബിറ്റ്ഗേറ്റിൽ ആ ടോക്കൺ ഇപ്പോഴും ഇരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീണ്ടും ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്. ഇപ്പോൾ വീണ്ടും ബൈ ചെയ്ത് വെക്കാം. അപ്പോൾ കൂടുതൽ ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വിൽപ്പന നടത്താനും സാധിക്കും. അപ്പോൾ KYC ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ വെരിഫൈ ചെയ്ത് വെക്കുക. ഇനി ആ കാരണത്താൽ മൈഗ്രേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാൻ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ KYC ഇപ്പോൾ ടെൻറ്റേറ്റീവ് KYC ആയ ആളുകളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ KYCക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ KYC എല്ലാം 1 ദിവസം 2 ദിവസത്തിനുള്ളിലൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ക്ലിയർ ആയി. അതുപോലെ തന്നെ മെയിനെറ്റിലേക്ക് ആ ഒരു ക്യൂവിലേക്കും ലിസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആളുകൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, ഞാൻ കൂടുതൽ അപ്ഡേഷൻ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് മൈഗ്രേഷൻ അതുപോലെ തന്നെ KYCയുടെ ലാസ്റ്റ് ഡേറ്റ് 14th മാർച്ചാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പിൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക. മൈഗ്രേഷൻ സ്റ്റാർട്ടിങ് ആ ദിവസം മുതൽ ചിലപ്പോൾ ഉണ്ടാകും. അതിൻ്റെ ക്ലിയർ ആയിട്ട് ഡേറ്റ് ഒരു സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം KYC എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം ഇപ്പോഴും മൈൻ ചെയ്ത് വെക്കുക. KYC കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് വീണ്ടും മൈൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിൻ്റെ മൈനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മൈൻ ചെയ്യുക. മിസ്സാതെ തന്നെ മൈൻ ചെയ്യുക. മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.